എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബയോളജിയുടെ ഭാഗത്ത് വൈവിധ്യം നിലനിൽപ്പിന് എന്ന ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ജീവമണ്ഡലം എന്നാണ്. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ജീവമണ്ഡലം എന്നാണ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലും വ്യാപിച്ചു കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ജീവമണ്ഡലം എന്നാണ്. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ജീവമണ്ഡലം എന്നാണ്. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ്സാണ് സൂര്യൻ. ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ്സാണ് സൂര്യൻ. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഉൽപാദകർ എന്നാണ്. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികൾ അറിയപ്പെടുന്നത് ഉപഭോക്താക്കൾ എന്നാണ്. നേരിട്ടോ അല്ലാതെയോ ഊർജത്തിനായി സസ്യങ്ങളെ ആശ്രയിക്കുന്ന മറ്റു ജീവികൾ അറിയപ്പെടുന്നത് ഉപഭോക്താക്കൾ എന്നാണ്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ അറിയപ്പെടുന്നത് പ്രാഥമിക ഉപഭോക്താക്കൾ എന്നാണ്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ അറിയപ്പെടുന്നത് പ്രാഥമിക ഉപഭോക്താക്കൾ എന്നാണ്. പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരെ അറിയപ്പെടുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ എന്നാണ്. പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവരെ അറിയപ്പെടുന്നത് ദ്വിതീയ ഉപഭോക്താക്കൾ എന്നാണ്. ദ്വിതീയ ഉപഭോക്താക്കളെ ആഹാരമാക്കുന്നവയെ അറിയപ്പെടുന്നത് തൃതീയ ഉപഭോക്താക്കൾ എന്നാണ്. ദ്വിതീയ ഉപഭോക്താക്കളെ ആഹാരമാക്കുന്നവയെ അറിയപ്പെടുന്നത് തൃതീയ ഉപഭോക്താക്കൾ എന്നാണ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്കോളജി എന്നാണ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇക്കോളജി എന്നാണ്. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദം പോഷണതലമാണ്. ഒന്നാമത്തെ പോഷണതലം സസ്യങ്ങളാണ്. ഒന്നാമത്തെ പോഷകതലം സസ്യങ്ങൾ. രണ്ടാമത്തെ പോഷകതലം സസ്യാഹാരികളാണ്. രണ്ടാമത്തെ പോഷകതലം സസ്യാഹാരികൾ. മൂന്നാമത്തെ പോഷണതലം മാംസാഹാരികളാണ്. മൂന്നാമത്തെ പോഷണതലം മാംസാഹാരികൾ. നാലാമത്തെ പോഷണതലം മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണ്. നാലാമത്തെ പോഷണതലം മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണ്. ഒന്നിനു ഗുണകരം മറ്റേതിന് ദോഷകരം ഇരപിടിയന് ഭക്ഷണമാകുന്നു. ഇത് ഏത് ജീവിബന്ധമാണ്? ഒന്നിനു ഗുണകരം മറ്റേതിന് ദോഷകരം. ഇത് ഏത് ജീവിബന്ധമാണ് എന്ന് ചോദിച്ചാല് അത് ഇരപിടുത്തമാണ്. ഒന്നിനു ഗുണകരം മറ്റേതിന് ദോഷകരം. പരാതം പോഷണത്തിനായി ആതിഥേയനെ ആശ്രയിക്കുന്നു. ഇത് ഏത് ജീവിബന്ധമാണ് എന്ന് ചോദിച്ചാൽ പരാത ജീവിതമാണ്. ഒന്നിന് ഗുണകരമായിരിക്കും, മറ്റേതിന് ദോഷകരമായിരിക്കും. അങ്ങനെ ആവുമ്പോൾ പരാതം പോഷണത്തിനായിട്ട് ആതിഥേയനെ ആശ്രയിക്കുകയാണ് ചെയ്യുക. ഈ ജീവിബന്ധത്തെയാണ് നമ്മൾ പരാത ജീവിതം എന്ന് പറയാം. തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ജീവിബന്ധം മത്സരമാണ്. തുടക്കത്തിൽ രണ്ടിനും ദോഷകരം, പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമായ ജീവി ബന്ധം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മത്സരമാണ്. രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ള ജീവിബന്ധം മ്യൂച്വലിസമാണ്. രണ്ട് ജീവികൾക്കും ഗുണകരമായിട്ടുള്ള ജീവിബന്ധം
മ്യൂച്വലിസം. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ജീവിബന്ധമാണ് കമൻസലിസം. ഒന്നിന് ഗുണകരമായിരിക്കും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത ജീവിബന്ധം കമൻസലിസം എന്നറിയപ്പെടും. മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ജീവിബന്ധം പരാത ജീവിതമാണ്. മാവും ഇത്തിൽക്കണ്ണിയും തമ്മിലുള്ള ജീവിബന്ധം പരാത ജീവിതം. മാവും മരവാഴയും തമ്മിലുള്ള ജീവിബന്ധം കമൻസലിസമാണ്. മാവും മരവാഴയും തമ്മിലുള്ള ജീവിബന്ധം കമൻസലിസം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതിനെ അറിയപ്പെടുന്നത് ജൈവ വൈവിധ്യം എന്നാണ്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതിനെ അറിയപ്പെടുന്നത് ജൈവ വൈവിധ്യം എന്നാണ്. ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ എന്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ജൈവ വൈവിധ്യത്തിലാണ് ഉൾപ്പെടുന്നത്. ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ എന്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ജൈവ വൈവിധ്യത്തിലാണ് ഉൾപ്പെടുന്നത്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ ജി റോസൻ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്നത്. അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് പശ്ചിമഘട്ടം. അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് പശ്ചിമഘട്ടം. സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം പശ്ചിമഘട്ടമാണ്. സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലം പശ്ചിമഘട്ടം. മൗറീഷ്യസ് ദ്വീപിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത ഒരിനം പക്ഷിയാണ് ഡോഡോ. മൗറീഷ്യസ് ദ്വീപിൽ നിന്നും വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത ഒരിനം പക്ഷിയാണ് ഡോഡോ. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വംശനാശം സംഭവിച്ച കുട്ടി സീബ്ര ഇനമാണ് ക്വാഗ. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന വംശനാശം സംഭവിച്ച കുട്ടി സീബ്ര ഇനമാണ് ക്വാഗ. നിശബ്ദ വസന്തം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് റേച്ചൽ കാഴ്സൺ ആണ്. നിശബ്ദ വസന്തം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് റേച്ചൽ കാഴ്സൺ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ രചിച്ച പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ രചിച്ച പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. DDT നിരോധിച്ച വർഷം 1972 DDT നിരോധിച്ച വർഷം 1972. DDTയെ പെട്രോളിയം ഉൽപ്പന്നമായി കലർത്തിയ മിശ്രിതത്തിന്റെ ഓമന പേരാണ് ഇൻസെക്ട് ബോംബ്. DDTയെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തിയ മിശ്രിതത്തിന്റെ ഓമന പേരാണ് ഇൻസെക്ട് ബോംബ് എന്നുള്ളത്. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നത്. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം റെഡ് ഡേറ്റ ബുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകം അറിയപ്പെടുന്നത് റെഡ് ഡാറ്റ ബുക്ക് എന്നാണ്.
ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഇൻസിറ്റു കൺസർവേഷൻ എന്നാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് എക്സിറ്റു കൺസർവേഷൻ എന്നാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്നത് എക്സിറ്റു കൺസർവേഷൻ എന്നാണ്. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്നറിയപ്പെടുക. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലയാണ് വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണങ്ങളാണ് പേപ്പാറ, പെരിയാർ വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം മുതലായവ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവ അറിയപ്പെടുന്നതാണ് നാഷണൽ പാർക്കുകൾ എന്നുള്ളത്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവ അറിയപ്പെടുന്നത് നാഷണൽ പാർക്കുകൾ എന്നാണ്. കേരളത്തിലെ നിലവിലെ നാഷണൽ പാർക്കുകൾ ഒന്ന് വായിച്ചു പോവാം. ഇരവികുളം, ആനമുടിച്ചോല, സൈലന്റ് വാലി, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല എന്നിവയാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ്. കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് കടലുണ്ടി. മലപ്പുറം, കോഴിക്കോട് മേഖലയിലാണ് കടലുണ്ടി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്നുള്ളത്. കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരിയും അഗസ്ത്യമലയും. കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകളാണ് നീലഗിരിയും അതുപോലെ തന്നെ അഗസ്ത്യമലയും. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളെ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളെ നമ്മൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയാറുണ്ട്. ലോകത്തിലാകെയുള്ള ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36. ഇതില് ഇന്ത്യയിൽ എത്ര ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 14 ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിലുണ്ട്. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവ എന്താണ് എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖലയൊക്കെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ്. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടുന്നു.
വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടുന്നു. സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവ എന്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എക്സിറ്റു കൺസർവേഷനിലാണ് ഉൾപ്പെടുക. സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റു കൺസർവേഷനിലാണ് അവ ഉൾപ്പെടുക. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡൻ. അത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സുവോളജിക്കൽ ഗാർഡൻ എന്നേ ഉള്ളൂ. വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെയും പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡൻ. വനമേഖലകളിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ ഉറവിടം സുവോളജിക്കൽ ഗാർഡനുകളാണ്. വനമേഖലകളിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ ഉറവിടം സുവോളജിക്കൽ ഗാർഡനുകൾ. കേരളത്തിൽ എവിടെയെല്ലാമാണ് സുവോളജിക്കൽ ഗാർഡൻ ഉള്ളതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തും തൃശ്ശൂരുമുണ്ട്. കേരളത്തിൽ എവിടെയെല്ലാമാണ് സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത് എന്ന് ചോദിച്ചാൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. വൈവിധ്യമാർന്ന സ്പീഷീസുകൾ, അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. വൈവിധ്യമാർന്ന സ്പീഷീസുകൾ, അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയും. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാലോടാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട്. ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന ജില്ല, ഒളവണ്ണക്കാർക്ക് പെട്ടെന്ന് കിട്ടും, കോഴിക്കോടാണ്. ഒളവണ്ണയിലെ മലബാർ എന്ന് പറഞ്ഞാൽ തന്നെ മലബാറിലെ ഏതെങ്കിലും ജില്ലയായിരിക്കും. അതിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണ്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘടനയാണ് IUCN. ജൈവവൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ ആരംഭിച്ച സംഘടനയാണ് IUCN. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ആണ്. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ സംഘടനയാണ് WWF. അത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ജൈവവൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ സംഘടനയാണ് WWF. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഏകദേശം 63ഓളം ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.